എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മൊബൈലിൽ മറന്നുപോയ പാസ്വേഡൊക്കെ എങ്ങനെ കണ്ടെത്തുന്നതെന്ന് ഞാൻ കാണിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ പാസ്വേഡൊക്കെ ജിമെയിലിൻ്റെ പാസ്വേഡൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഞാൻ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ടാസ്ക് ബാർ കണ്ടില്ലേ, ഗൂഗിൾ ക്രോമിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കാണുന്നുണ്ട്. ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ നമ്മളിവിടെ വന്ന് ഗൂഗിൾ ക്രോം നമ്മളിവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഏതെങ്കിലും രീതിയിൽ കൂടെ നമ്മൾ ഗൂഗിൾ ക്രോം ഇവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോം സ്റ്റാർട്ട് ചെയ്ത് വന്നു. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന എല്ലാവരുടെ അടുത്തും ഒരു ജിമെയിലിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടാവും. എല്ലാ കമ്പനിയുടെ ഒഫീഷ്യൽ ആവശ്യത്തിന് ലെറ്റർ അയക്കാനും ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യാനും അതിൻ്റെ റിപ്ലൈ അയക്കാനും എല്ലാം ജിമെയിലിൽ കൂടെ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷനൊക്കെ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് വളരെ നിർബന്ധമാണ്. അപ്പോൾ എല്ലാ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും ജിമെയിലിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടാവും. ജിമെയിൽ ഐ ഡിയും കാണും, അതിനൊരു പാസ്വേഡും കാണും. അത് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ മാത്രം ആ പാസ്വേഡൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യും. പക്ഷേ എപ്പോഴും പിന്നെ നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം ഇതിനകത്ത് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കേണ്ട. വേറൊരു കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് അടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് പാസ്വേഡിൻ്റെ ആവശ്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പാസ്വേഡൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തന്നെ ഈ 3 ഡോട്ട് കണ്ടില്ല. അപ്പോൾ ഇതൊരു പ്രൊഫൈൽ പിക്ചറാണ്. എൻ്റെ ഈ ജിമെയിൽ ഐ ഡിയുടെ ഒരു പ്രൊഫൈൽ പിക്ചറാണിത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ടിപ്പുറത്തൊരു 3 ഡോട്ട് കാണും. അപ്പോൾ ആ 3 ഡോട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടില്ലേ, പാസ്വേഡ് ആൻഡ് ഓട്ടോ ഫിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പാസ്വേഡ് ആൻഡ് ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ പ്രസ് ചെയ്യുമ്പോഴേ നമുക്ക് ഇതിനകത്ത് എല്ലാ പാസ്വേഡും നമുക്കിങ്ങനെ കാണിച്ചു തരും. അപ്പോൾ ഏതൊക്കെയാണ് കാണിച്ചു തരുന്നത്, ഇവിടെ വന്നിട്ട് ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഫേസ്ബുക്ക് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാസ്വേഡൊക്കെ കാണിച്ചു തന്നു. പിന്നെ അതുമല്ല ഗൂഗിളിൻ്റെ കാണിച്ചു തരുമെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ google.com എന്നുള്ളിടത്ത് നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ജിമെയിലിൻ്റെ ഇതിനകത്ത് ഏതെല്ലാം ജിമെയിൽ ഐ ഡി ഉണ്ടോ അതിൻ്റെ എല്ലാം പാസ്വേഡ് കാണിച്ചു തരും. ഇനി ഏതെങ്കിലും സമയത്ത് നമുക്കൊന്ന് കാണണമെങ്കിൽ ഈ ഐയിലൊന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്കതിൻ്റെ പാസ്വേഡ് കാണിച്ചു തരും. പിന്നെ അതിനെ പാസ്വേഡ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, പിന്നെ അതിനെ ഡിലീറ്റ് ചെയ്യാം, വേണമെങ്കിൽ അത് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് പാസ്വേഡ് എല്ലാം ഇതിനകത്ത് കാണാം. ജിമെയിലിൻ്റെ എല്ലാ പാസ്വേഡും നമുക്കിപ്പോൾ കാണാൻ സാധിച്ചു. ഇനി അടുത്ത എന്താണ്, നമ്മൾ ഹോട്ട്മെയിലിൻ്റെ ആണെങ്കിൽ തന്നെ ഇവിടെ പ്രസ് ചെയ്യണം. live.com എന്നുള്ളതാണെങ്കിൽ ഹോട്ട്മെയിലിൻ്റെ കാണിച്ചു തരും. പിന്നെ ഇതിനകത്തെല്ലാം എന്തൊക്കെയുണ്ടോ അതിൻ്റെ OLXൻ്റെ പിന്നെ സൂം അതെല്ലാം നമുക്ക് പാസ്വേഡ് കാണിച്ചു തരും. ഇങ്ങനെയാണ് നമുക്ക് എല്ലാ പാസ്വേഡും കാണാൻ പറ്റുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്ത നമുക്ക് ഒരു രീതി കൂടെ നമുക്ക് പാസ്വേഡ് കാണാൻ പറ്റും. ഇനി വേറൊരു രീതിയുണ്ട് നമുക്ക് പാസ്വേഡ് കാണുന്നത്. വേറെ ഇവിടെ പിന്നെ നമ്മൾ 3 ഡോട്ടിലൊന്ന് പ്രസ് ചെയ്യുക. നമ്മളിപ്പോൾ എടുത്തത് പാസ്വേഡ് ആൻഡ് ഓട്ടോഫിൽ എന്നുള്ള ഓപ്ഷനാണ് എടുത്തത് കേട്ടോ. ഇവിടെ ഗൂഗിൾ പാസ്വേഡ് മാനേജർ. ചില കമ്പ്യൂട്ടർ ഇത് കാണുന്നില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ ചില ആൾക്കാർ സെറ്റിങ്ങിൽ കൂടെ എടുക്കുന്നവരുണ്ട്. ഈ സെറ്റിംഗ് എടുത്തിട്ട് അവിടെ ഒരു മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷനുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴും നമുക്കിവിടെ വന്നിട്ട് പാസ്വേഡ് മാനേജർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ. അപ്പോൾ ഈ മാനേജർ എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്താലും നമുക്കിവിടെ ഇങ്ങനെ ഏറ്റവും താഴോട്ട് വരുമ്പോൾ കണ്ടില്ലേ, മുമ്പ് കണ്ട പോലെ തന്നെ എല്ലാത്തിൻ്റെയും പാസ്വേഡ് നമുക്ക് കാണാൻ പറ്റും. ആമസോണ് കണ്ടോ, ഫേസ്ബുക്ക്, google.com ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും പാസ്വേഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടാമത്തെ ഓപ്ഷനാണ്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നിട്ട് നമ്മുടെ ഈ പിക്ചറിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടില്ലേ, മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പ്രസ് ചെയ്താലും ഇവിടെ പാസ്വേഡ് മാനേജറുണ്ട്. അല്ലെങ്കിൽ ചില കമ്പ്യൂട്ടറിലൊക്കെ ഇവിടെ സെക്യൂരിറ്റി എന്ന് അടിച്ചു കൊടുക്കണം. ഈ സെക്യൂരിറ്റി പ്രസ് ചെയ്തിട്ട് നമുക്കിവിടെ ഏറ്റവും താഴോട്ട് വരണം. ഏറ്റവും താഴോട്ട് വരുമ്പോൾ ഇവിടെ പാസ്വേഡ് മാനേജർ എന്നൊരു ഓപ്ഷനുണ്ട്. ഉണ്ടോ, പാസ്വേഡ് മാനേജർ. അപ്പോൾ ഇവിടെ മാനേജ് പാസ്വേഡ് എന്നെടുത്താലും നമുക്ക് മുമ്പ് ഉള്ള ഓപ്ഷനൊക്കെ കിട്ടും. അപ്പോൾ പല കമ്പ്യൂട്ടറിലും പല രീതിയിലായിരിക്കും കിട്ടുന്നത്. അത് ഇതിനകത്ത് ഏതെങ്കിലും ഓപ്ഷനൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഞാൻ എന്താ പറഞ്ഞത്, ആദ്യത്തേത് നമ്മൾ ഈ 3 ഡോട്ടിലൊന്ന് പ്രസ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം സ്റ്റാർട്ട് ചെയ്തിട്ട്
നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 ഡോട്ടിൽ പ്രസ് ചെയ്യുമ്പോൾ ചിലർക്ക് ഈ പാസ്വേഡ് ആൻഡ് ഓട്ടോഫിൽ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇത് കണ്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റവും താഴെ വന്ന് സെറ്റിംഗ് എടുക്കുക. സെറ്റിംഗ് എടുത്താലും നമുക്ക് പാസ്വേഡ് മാനേജർ കിട്ടും. അത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളിവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഈ പ്രൊഫൈൽ പിക്ചറിൻ്റെ താഴെ ഒരു മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കണ്ടില്ലേ, നമ്മൾ അവിടെ ഒന്ന് പ്രസ് ചെയ്താലും നമുക്ക് കിട്ടും. അല്ലെ പാസ്വേഡ് ആൻഡ് ഓട്ടോഫിൽ എടുത്താലും കിട്ടും. ഇതെടുത്താലും നമുക്ക് ഇവിടെ വന്ന് സെക്യൂരിറ്റിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും പാസ്വേഡ് മാനേജർ കിട്ടും. അല്ലെ ഇവിടെ വന്ന് പാസ്വേഡ് മാനേജർ എടുത്താലും കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് പാസ്വേഡൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നല്ലതാണ്. നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ തന്നെ നമ്മൾ എന്തും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലാണെങ്കിൽ നമ്മൾ പാസ്വേഡ് ചോദിക്കത്തില്ല. പക്ഷേ നമ്മൾ വേറൊരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് പാസ്വേഡിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ഓക്കെ. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ കുറേ സ്റ്റോറേജ് കൂടിയിട്ടുണ്ട്, ഭയങ്കര സ്ലോ ആവുന്നു, കമ്പ്യൂട്ടർ ഹാങ് ആവുന്നു എന്നൊക്കെ ചില അവസരം ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത പ്രോഗ്രാംസൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് തോന്നും, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാമെന്ന് തോന്നും. ഇപ്പോൾ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുക ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടാത്ത കുറേ പ്രോഗ്രാംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ കണ്ടോ, ഇത്രയും പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടാത്ത കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം, എന്നുവെച്ചാൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. അതെങ്ങനെയാണ് ചെയ്യുന്നതാണ്. മൊബൈലാണെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. നമ്മൾ ആ ആപ്ലിക്കേഷനെ പ്രസ് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞാൽ അതങ്ങ് പൊക്കോളും. പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടറിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഏതെങ്കിലും സമയത്ത് അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ സെർച്ച് ഇവിടെ വന്നിട്ട് കൺട്രോൾ പാനൽ നമ്മളൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, കൺട്രോൾ പാനൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വന്നു. സ്റ്റാർട്ട് ചെയ്തിട്ട് വന്നിട്ട് ഇവിടെ പ്രോഗ്രാംസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ പ്രോഗ്രാംസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇതിനകത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ പ്രോഗ്രാംസും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഏത് പ്രോഗ്രാമാണോ നമുക്ക് വേണ്ടാത്തത്, ഇപ്പോൾ എനിക്കിപ്പം ഇനി ഡിസ്ക് എന്നുള്ള ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഫോട്ടോഷോപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നില്ല, ഈ ഫോട്ടോഷോപ്പ് എനിക്ക് 2-3 ഫോട്ടോഷോപ്പുണ്ട്, 7 എനിക്ക് വേണ്ട അതിനകത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുവച്ച് റൈറ്റ് ബട്ടൺ ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇങ്ങനെ നമുക്ക് വേണ്ടാത്ത പ്രോഗ്രാംസൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നമ്മുടെ കമ്പ്യൂട്ടർ പിന്നെയും സ്റ്റോറേജ് ഇല്ല, ഭയങ്കര സ്ലോ ആണെന്നൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾ വേറൊരു കാര്യം ചെയ്യണം. ഇവിടെ വന്ന് ഡിസ്ക് ക്ലീനപ്പ് എന്നൊന്ന് അടിച്ചു കൊടുക്കണം. ഡിസ്ക് ക്ലീനപ്പ് എന്നടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവരാകുമ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ടെമ്പററി ഫയൽസൊക്കെ ഇഷ്ടംപോലെ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം അങ്ങ് ക്ലീൻ ചെയ്യും. അപ്പോൾ എന്താണ്, നമ്മൾ ഡിസ്ക് ക്ലീനപ്പ് എന്നുള്ളത് നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ, സെലക്ട് ദ ഡ്രൈവ് യു വാണ്ട് ടു ക്ലീൻ അപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, ഇവിടെ എഴുതി വരും. അപ്പോൾ ഇവിടെ സി ഡ്രൈവ് ആണോ നമുക്ക് ക്ലീനപ്പ് ചെയ്യേണ്ടത്, ഡി ഡ്രൈവ് ആണോ? ഞാൻ പറഞ്ഞു സി ആണ് ആദ്യം എനിക്ക് ക്ലീനപ്പ് ചെയ്യണം. ക്ലീനപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യത്തില്ല, ആവശ്യമില്ലാത്ത കുറേ ഫയൽസുകൾ, ഇൻ്റർനെറ്റ് ഫയൽസ്, പിന്നെ ഇത് റീസൈക്കിൾ ബിൻ്റെ ഫയൽസ് എല്ലാം ഡിലീറ്റ് ചെയ്യും. അപ്പോൾ സി എടുക്കുക, ഓക്കെ എന്ന് പറയാം. അപ്പം എന്ത് ചെയ്യുന്നു, ഇവർ പറയുന്നുണ്ട് എന്തൊക്കെ ഡിലീറ്റ് ചെയ്യും. കമ്പ്യൂട്ടറിലെ ഫയൽസ് എല്ലാം ഡിലീറ്റ് ആയി പോകത്തില്ല, ടെമ്പററി ഇൻ്റർനെറ്റ് ഫയൽസ് ഡിലീറ്റ് ആവും, പിന്നെ റീസൈക്കിൾ ബിന്ന് ഡിലീറ്റ് ആവും. അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഫയൽസ്, തമ്പനെയിൽ അങ്ങനെയുള്ള കുറേ ഇതൊക്കെ ഹാംഫുൾ അല്ല, കുഴപ്പമില്ല. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്താൽ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഓക്കെ എന്ന് പറയാം. എന്നിട്ട് ഇവിടെ ഡിലീറ്റ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, നമുക്ക് ആവശ്യമില്ലാത്ത ഫയൽസ് എല്ലാം ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് കുറേ സ്റ്റോറേജൊക്കെ നമുക്ക് നന്നാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത ടിപ്പെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ കോൺഫിഗറേഷന്, സിസ്റ്റം ഇൻഫർമേഷൻ, പിന്നെ ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം, പിന്നെ ഫോർമാറ്റിങ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.